ഒരു കൺസൾട്ടിങ്ങിന് പോയൊരു വീട്. അവരെ ഗൾഫിൽ നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയൊക്കെ പെട്ടു. അവരൊരു പുതിയ വീട് വെച്ചു. പുതിയ വീട് വെച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ബിസിനസ് എല്ലാം പൊട്ടി. അവർ വലിയ കടബാധ്യതയിലേക്ക് പോയി. ഇപ്പോൾ ആ സ്ഥാപനം വിൽക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ്. ഫാമിലിയായിട്ട് അവർ പുറത്തായിരുന്നു. ഇപ്പം അവർ ഗൃഹനാഥൻ മാത്രം പുറത്ത് നിൽക്കുകയും ബാക്കി ഫാമിലി എല്ലാം തിരിച്ച് നാട്ടിലേക്ക് അയക്കുകയും ചെയ്തു. അപ്പോൾ അവർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അവരെന്നെ കൺസൾട്ടിങ്ങിന് വിളിച്ചു. കൺസൾട്ടിങ്ങിന് വിളിച്ചപ്പോൾ ഇവർക്ക് ഈ വാസ്തുവിനെ പറ്റി യാതൊരു അറിവുമില്ല. ആ വീട് പോയി കണ്ടപ്പോൾ അവിടെ കണ്ട കാര്യങ്ങൾ, ഇത് വളരെ ജെന്യൂൻ ആയിട്ടുള്ളൊരു പ്ലാനും അതിൻ്റെ കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം അവരെ ബാധിച്ചിരിക്കുന്നത് ഉറപ്പായിട്ടും ആ വീടിൻ്റെ വാസ്തു പ്രശ്നങ്ങളാണ്. ആ വീട് ഞാനിവിടെ പ്ലാൻ വരച്ചിട്ടുണ്ട്. ആ വീട് നമുക്കൊന്ന് നോക്കാം. ഇതാണ് അവരുടെ വീടിൻ്റെ വസ്തുവിൻ്റെ ഷേപ്പ്. വസ്തുവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അവർക്ക് റോഡ് കിടക്കുന്നത് ഈ രീതിയിലാണ് റോഡ് പോണത്. അപ്പോൾ ഇവർക്ക് ഈ റോഡിൽ നിന്നും ഈ വസ്തുവിലേക്ക് കടക്കത്തക്ക രീതിയിൽ ഏകദേശം ഒരു 15 അടി വീതിയിൽ ഒരു വഴിയുണ്ട്. ഈ വഴിയിലൂടെയാണ് ഇവർ റോഡിൽ നിന്നും ഈ വസ്തുവിലേക്ക് കയറുന്നത്. അപ്പോൾ നമ്മൾ കോമ്പസ് വെച്ച് നോക്കുമ്പോൾ ഇത് ഈ വസ്തുവിൻ്റെ കന്നിമൂലയാണ്, അതായത് തെക്ക് പടിഞ്ഞാറ് മൂലയാണ്. തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് ഇവർക്ക് വഴി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വാസ്തുവിൽ എന്താ പറയുന്നത്? വടക്ക് കിഴക്ക് ഭാഗത്തിൻ്റെ എനർജി കൊണ്ടുവന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റോർ ചെയ്യും. തെക്ക് പടിഞ്ഞാറ് ഭാഗം എപ്പോഴും നിങ്ങൾ അടച്ച് സൂക്ഷിക്കണം. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു എൻട്രി പാടില്ല. ഇവർക്ക് കറക്റ്റ് ഗേറ്റ് എവിടെ വന്നു? കന്നിമൂലയിൽ വന്നു. ഇത് ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, നമ്മൾ ആ വീട്ടിലേക്ക് കടന്നു. വീട്ടിലേക്ക് കടന്നപ്പോൾ ആ വീടിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. ആ വീടിൻ്റെ 4 മൂലകളിൽ 3 മൂലയും അവർക്കില്ല. ഒരു മൂല മാത്രമേ ഉള്ളൂ. ആദ്യം നമ്മൾ വന്നാക്കുന്നത് ഇവിടെ ഒരു സിറ്റ് ഔട്ടാണ്. ഈ സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇല്ല. അതായത് പറഞ്ഞാൽ ഇവിടം വരെ ഇല്ല. ഈ മൂല അവർക്ക് ഇല്ലാതെയാണ് അവർ സിറ്റ് ഔട്ട് പണിഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉണ്ടെങ്കിൽ പോലും കന്നിമൂല അവർക്ക് എന്താവും? സിറ്റ് ഔട്ട് ആവുകയും ചെയ്യും. അപ്പൊ വീടിന്റെ കന്നിമൂലയും അവർക്ക് പോയി. വസ്തുവിന്റെ കന്നിമൂലയിൽ ഗേറ്റു, വീടിന്റെ കന്നിമൂല പോയി. എന്നിട്ട് അടുത്തത് ഇവിടെ സിറ്റ് ഔട്ടാണ്. പടിഞ്ഞാറ് വശത്ത് അവിടെ പ്രധാന വാതിൽ നിൽക്കുകയാണ്. ഇവിടെ എടുക്കുമ്പോൾ ഈ നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയയും അവർക്ക് പോയി. നഷ്ടപ്പെട്ടു പോയ ഭാഗങ്ങളാണ് ഞാൻ ഈ ബ്ലൂ പെന്നിൽ മാർക്ക് ചെയ്യുന്നത്. വീട് എപ്പോഴും ഒന്നുകിൽ അത് സ്ക്വയർ ആയിരിക്കണം, അല്ലെങ്കിൽ റെക്ടാങ്കിൾ ആയിരിക്കണം. കന്നിമൂലയിൽ ഗേറ്റ് വന്നു. വീടിന്റെ കന്നിമൂല അവർക്ക് മിസ്സിംഗ് ആണ്. നോർത്ത് വെസ്റ്റ് കോർണറും മിസ്സിംഗ് ആണ്. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നോർത്ത് വെസ്റ്റ് കോർണർ എന്ന് പറയുന്നത് ആ വീടിന്റെ ഗൃഹനാഥന്റെ ദിക്കായിട്ടാണ് ഫെങ്ഷുയിൽ പറയുന്നത്. നോർത്ത് വെസ്റ്റ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, അവിടെ മിസ്സിംഗ് ആയാൽ ഇത് ആരെ ബാധിക്കും? ഗൃഹനാഥനെ ബാധിക്കും. അപ്പോഴത്തേക്ക് ഗൃഹനാഥനെ അവിടെ ബാധിച്ചു. ഗൃഹനാഥന്റെ ബിസിനസ് ക്ഷയിക്കാൻ തുടങ്ങി. കന്നിമൂല പോയപ്പം വീട്ടിലായാലും വസ്തുവിലായാലും പൈസ കയ്യിൽ നിന്ന് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. ഗൃഹനാഥൻ ക്ഷയിക്കാൻ തുടങ്ങി. ഈശാന കോണിൽ കൊണ്ടുപോയി അവർ കിച്ചൺ വെച്ചിരിക്കുന്നു. ഈശാന കോണിൽ കിച്ചൺ വെച്ച് കഴിഞ്ഞാൽ വീട്ടില് ഗോൾഡ് നിൽക്കില്ല. വിദ്യാഭ്യാസത്തെയും അത് ബാധിക്കും. അപ്പോൾ മക്കളൊക്കെ പഠിത്തം മതിയാക്കി തിരിച്ച് നാട്ടിലേക്ക് വന്നു. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഗോൾഡ് കംപ്ലീറ്റ് അവർ വിറ്റിട്ടും അവരുടെ ബാധ്യത തീർന്നില്ല. അടുത്തത് അഗ്നികോണിലേക്ക് പോയി. അപ്പൊ ഇവർക്ക് ഈ കോണ് മിസ്സിംഗ് ആയി, ഈ കോണ് മിസ്സിംഗ് ആയി. ഈശാന കോൺ അവർക്കുണ്ട്, പക്ഷെ അവിടെ അവർക്ക് കിച്ചൺ ആണ്. അടുത്തത് സൗത്ത് ഈസ്റ്റ് കോർണറിലേക്ക് പോയപ്പോൾ സൗത്ത് ഈസ്റ്റ് കോർണറും അവർക്ക് മിസ്സിംഗ് ആണ്. അപ്പോൾ 3 മൂലകൾ പോയി. സൗത്ത് ഈസ്റ്റ് കോർണർ ഫംഗ്ഷൻ പ്രകാരം എന്താണ്? സമ്പത്തിന്റെ ദിക്കാണ്. അപ്പോൾ ഇവിടെ സാമ്പത്തിക പ്രശ്നവും വന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാത്തിലും ഉപരി വീടിന്റെ പുറത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു സെപ്റ്റി ടാങ്കും കൂടെ കൊടുത്തു. അതോടുകൂടി പൂർണ്ണമായി. അത് വലിയ കടബാധ്യതയായി. അപ്പം പൈസ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോവുക. വാസ്തുപ്രകാരം തെക്ക് പടിഞ്ഞാറ് വീടിന്റെ മൂല പോയി, തെക്ക് പടിഞ്ഞാറ് ഗേറ്റ്. ഫംഗ്ഷൻ പ്രകാരം തെക്ക് കിഴക്ക് മിസ്സിംഗ് ആയാലും തെക്ക് കിഴക്ക് ടോയ്ലറ്റ് വന്നാലും സാമ്പത്തിക പ്രശ്നമായി, കടബാധ്യതയുമായി. വടക്ക് കിഴക്ക് കിച്ചൺ വന്നപ്പോൾ സ്വർണ്ണാഭരണങ്ങൾ വിറ്റുപോയി. വടക്ക് പടിഞ്ഞാറ് മിസ്സിംഗ് ആയപ്പോൾ ഗൃഹനാഥൻ ക്ഷയിച്ചു. ഇവർ അമ്പയെ പരാജയപ്പെട്ടു. ഇത് ഇവരുടെ വാസ്തുപരമായിട്ടുള്ള കാരണങ്ങളാണ്. അതിന്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പറിനെ പറ്റി ഞാൻ പറയുന്നില്ല. ഇതിന്റെ വീടിന്റെ പുറമേ നിന്ന് നോക്കുമ്പോൾ കണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇതൊരു റിയൽ കേസാണ്. ഇവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാണ്.
ആ ഒരു സന്ദർഭത്തിലാണ് നമ്മളെ വിളിച്ചത് വീട് കാണിക്കുന്നത്. അവർക്കുണ്ടായ പ്രശ്നങ്ങൾ വീടിന്റെ പ്രശ്നങ്ങൾ, അത് അവർ ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു കൺസൾട്ടിങ്ങിന് പോകുമ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ പ്രശ്നം, എന്തുകൊണ്ടാണ് അത് വന്നത്, എന്താണ് പരിഹാരം, എത്രയും കാര്യങ്ങൾ കൃത്യമായും ഓരോ ദിക്കിനെ പറ്റിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം എന്താണ് വീടിന്റെ ഒരു സൗഭാഗ്യമെന്നും ഓരോ ദിക്കിന്റെ സൗഭാഗ്യമെന്നും അവിടെ അവർ വരുത്തേണ്ട മാറ്റങ്ങൾ എന്താണെന്നും വരുത്തിക്കൂടാത്ത തെറ്റുകൾ എന്താണെന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു കൺസൾട്ടിങ് കഴിഞ്ഞു പോയി, ഇപ്പോൾ നമ്മളൊരു വീടിന്റെ കൺസൾട്ടിങ് കഴിഞ്ഞു, അവര് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് തെക്ക് വശത്ത് അവർ കൊണ്ട് ഒരു അക്വേറിയം വെച്ചു. അക്വേറിയം വെക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ, കാരണം തെക്കിൽ വെള്ളം വന്നപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ പേരും പ്രസിദ്ധിയും എല്ലാം പോകൂലേ. അപ്പം തെക്ക് വശം എപ്പോഴും അഗ്നിയാണ് സൂചിപ്പിക്കുന്നത്, ആ ഭാഗത്ത് വെള്ളം പാടില്ല എന്നുള്ള നിയമങ്ങളും കൂടെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ കൺസൾട്ടിങ് എടുക്കുന്നത്. ഇനി ഫംഗ്ഷയുടെ ചില ടൂളുകളിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഒരു വീടിന്റെ വാസ്തു കറക്ഷൻ ചെയ്തുകൊണ്ട് അതിനോടൊപ്പം ഫംഗ്ഷയുടെ ചില എലമെന്റ്സുകളും കൂടെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള മാറ്റം ഉണ്ടാവും. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിൽ വീട്ടിലേക്ക് കടന്നു വരുന്ന നെഗറ്റീവ് എനർജിയിൽ നിന്നും വീടിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു ക്വാൻ കിങ് എന്ന് പറയുന്ന സ്റ്റാച്യു കയ്യിലൊരു വാളുമായിട്ട് നിൽക്കുന്നത് പ്രധാന ഡോറിലോട്ട് ഫേസ് ചെയ്ത് വെക്കാം. വീടിനകത്ത് വെച്ചിട്ട് പ്രധാന എൻട്രൻസിലോട്ട് നോക്കി ഇതിനെ വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും മോശമായിട്ടുള്ള സ്റ്റാർ ആണ് ഈ 5 എന്ന് പറയുന്നത്. ആ 5 വരുന്ന സ്ഥലത്ത് ഇതുപോലൊരു 5 എലമെന്റ് പഗോഡ വെക്കാം. ആ ദിക്കിൽ നിന്ന് കുറച്ച് മണ്ണെടുത്ത് ഇതിനകത്തിട്ട് ലോക്ക് ചെയ്തിട്ട് വേണം ആ ഒരു ഡയറക്ഷൻസിൽ വെക്കാം. അടുത്ത വർഷം ആ ആനോ സ്റ്റാർ 5 ആണെങ്കിൽ അത് ആ ഡയറക്ഷനിൽ നിന്ന് ചേഞ്ച് ആയി മറ്റൊരു ഡയറക്ഷനിലോട്ട് പോവാം. അതിനോടൊപ്പം ഈ 5 എലമെന്റ് പഗോഡയുടെ മണ്ണ് മാറ്റിക്കൊണ്ട് ആ ദിക്കിൽ നിന്ന് മണ്ണെടുത്തിട്ട് ആ സ്ഥലത്തോട്ട് വെച്ച് ഇതിനെ കറക്റ്റ് ചെയ്യാവുന്നതാണ്. തൊഴിൽപരമായിട്ട് നേട്ടത്തിന് വേണ്ടി മറ്റൊരു ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഒരു ഡ്രാഗൺ ടർട്ടിലിന്റെ ടൂള്. ഇത് നമുക്ക് നോർത്ത് ഡയറക്ഷൻസിലാണ് വെക്കുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയം ഉണ്ടാവാനും പേരും പ്രസിദ്ധിക്കും വേണ്ടിയിട്ട് നമുക്ക് വിക്ടറി ഹോഴ്സുകളെ ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.